പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം. നിൻ്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഹല്ലേലൂയ. ആരംഭത്തെക്കാട്ടിലും അവസാനത്തെ നന്നായിട്ടറിയുന്നവനത്രേ നമ്മുടെ കർത്താവ്. ഇയ്യോബിനോട് തൻ്റെ കൂട്ടുകാർ പറയുന്നു, ഒരുപക്ഷെ നിൻ്റെ പൂർവസ്ഥിതി അല്പമായി തോന്നിയാലും നിൻ്റെ അന്ത്യത്തെ അതിമഹത്താക്കി മാറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. അന്ത്യത്തോളം പരിപാലിക്കുന്ന ദൈവം അവനത്രേ നമ്മുടെ ദൈവം. നമ്മുടെ ആയുസ്സിനെ ഓരോ ദിവസവും തൻ്റെ നന്മ കൊണ്ട് അലങ്കരിച്ച് നമ്മുടെ അവസാനത്തെ ശ്രേഷ്ഠകരമാക്കി മാറ്റുന്ന ഒരു കർത്താവിനെ അത്രേ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിൽ തൻ്റെ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് ചെയ്തപ്പോൾ അന്നത്തെ വിരുന്നുവാഴി വന്ന് പറഞ്ഞു, മണവാളനോട് പറഞ്ഞ ചോദ്യം, മണവാളനോട് പറഞ്ഞൊരു കമൻറ്റ് വളരെ ശ്രദ്ധേയമത്രേ. സാധാരണഗതിയിൽ എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം ഇതുവരെ വിളമ്പിയതിനെക്കാട്ടിലും ഇതുവരെ മനുഷ്യർ കഴിച്ചതിനെക്കാട്ടിലും നല്ലതാ അവസാനം വിളമ്പിയത്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതുതന്നെയാണ്. ആദ്യം അനുഭവിച്ചതിനെക്കാട്ടിലും നല്ല നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസം കഴിയും തോറും അവൻ നല്ലത് തന്നുകൊണ്ടേയിരിക്കും. ഇന്നലത്തെക്കാട്ടിലും നാളത്തെ ദിവസത്തെ ശ്രേഷ്ഠകരമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. എളുപ്പമായത് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇതാ ഏറ്റവും മേൽത്തരമായ വീഞ്ഞ് വിളമ്പിയ കർത്താവിന് നമ്മുടെ ഭാവിയിൽ ഏറ്റവും നല്ലത് തരുവാൻ നന്നായിട്ട് അറിയാം. ഇവിടെ ഇയ്യോബിൻ്റെ കൂട്ടുകാർ ഇയ്യോബിനോട് പറയുന്നു, നിൻ്റെ പൂർവസ്ഥിതി അല്പമാണെങ്കിലും നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും, അതിശ്രേഷ്ഠകരമായിരിക്കും. എന്താ കാര്യം? ദൈവമാ നടത്തുന്നത്, ദൈവമാ നിന്നെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇയ്യോബിനോട് 3 കാര്യങ്ങൾ പറയുന്നു അതിനുവേണ്ടി. ഒന്ന്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണം. ദൈവത്തെ ശ്രദ്ധയോടെയാണോ അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും നന്നായി നടക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ഏത് വ്യക്തിയെയും ദൈവം കൈവിടത്തില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അവൻ്റെ അമ്മയും കൂട്ടുകാരും അവനെ അന്വേഷിച്ച് അവൻ്റെ അടുക്കലെത്തി. എന്നിട്ട് അവനോട് അവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇന്ന് രാവിലെ സമയത്ത് വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ജീവിതത്തിൽ ഏതാവശ്യമാണോ നമുക്കുള്ളത് നാം കർത്താവിനെ അന്വേഷിക്കണം. നാം ആദ്യം അവൻ്റെ മുഖം അന്വേഷിക്കണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഇതൊക്കെയും തരുമെന്ന് അരുളി ചെയ്ത ദൈവം നമ്മെ കൈവിടത്തില്ല. ആ കല്യാണ വീട്ടിൽ യേശു വന്നപ്പോൾ യേശുവിനെ അവർ അന്വേഷിച്ചു. ഒരു പ്രശ്നം വന്നപ്പോൾ അവർ പെട്ടെന്ന് കടയുടെ പേരല്ല നോക്കിയത്, വീഞ്ഞുണ്ടാക്കുന്നവരെക്കുറിച്ചല്ല ആലോചിച്ചത്, അവർ യേശുവിനെക്കുറിച്ച് ആലോചിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ നീ ആരെ ആദ്യം അന്വേഷിക്കുന്നത്? യേശുവിനെയാണോ? യേശുവിനെ അന്വേഷിക്കുമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ലജ്ജിക്കുവാൻ സംഗതി വരുത്താതെ നിൻ്റെ ആവശ്യത്തെ തരുവാൻ അവൻ വിശ്വസ്തനായ ദൈവമത്രേ, അവൻ മതിയായ ദൈവമത്രേ. നിങ്ങൾ സർവശക്തനെ അന്വേഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണം. കർത്താവിൻ്റെ മുഖത്തെ നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കുന്ന നിങ്ങൾക്ക് അവൻ വേണ്ടുന്നത് തരും. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. 2, നിങ്ങൾ സർവശക്തനോട് അപേക്ഷിക്കണം. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക മാത്രമല്ല, ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങളെ പറയണം. നിങ്ങൾക്ക് പറയാനുള്ളത് മനുഷ്യരോടല്ല, പരിതാപം പറയാനുള്ളത്, ആവശ്യം പറയാനുള്ളത്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് പറയാനുള്ളത് മനുഷ്യരോടല്ല. മനുഷ്യരോട് കേട്ടാൽ അവരൊരു വാർത്താ ചാനലിലെ വാർത്ത കേൾക്കുന്നത് പോലെ കേട്ട് അവരത് തള്ളിക്കളയും. അവർക്കൊരു പരിഹാസ വിഷയമായി തീരും. അവർക്ക് ചുമ്മാത് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണമായി തീരും. എന്നാൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ നാം നമ്മുടെ ആവശ്യത്തെ സർവശക്തനോട് പറയുമെങ്കിൽ, സർവശക്തനോട് നമ്മുടെ വിഷയങ്ങളെ അറിയിക്കുമെങ്കിൽ, ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കാനാവിലെ കല്യാണ വീട്ടിൽ
ശിഷ്യന്മാർ പോയി പറഞ്ഞു, അല്ല യേശുവിൻ്റെ അമ്മ പറഞ്ഞു ഈ വീട്ടിൽ വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ആവശ്യങ്ങളെ യേശുവിനോട് പറഞ്ഞു. അവർ മിണ്ടാതെ ഇരിക്കുകയല്ല ചെയ്തത്. യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ യേശുവിനോട് പറഞ്ഞു. യേശുവിനോട് നിങ്ങൾ പറയുമോ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ വൃഥാവായി പോകത്തില്ല. പെട്ടെന്ന് ഒരു നല്ല മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഞാൻ ഉറപ്പായും വിളിച്ചു പറയാം, നിങ്ങളുടെ ഒരു അപേക്ഷയും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും അവൻ തള്ളിക്കളയത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് ഹല്ലേലൂയ നിങ്ങളുടെ ആവശ്യത്തെ പറയുമെങ്കിൽ നിശ്ചയമായി അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. 1, ദൈവത്തെ അന്വേഷിക്കുക. 2, സർവശക്തനോട് കാര്യങ്ങളെ പറയുക. 3, നിങ്ങൾ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിങ്ങളുടെ ഹൃദയം ഹല്ലേലൂയ ശുദ്ധമായിരിക്കണം. നിങ്ങൾ പാപഹൃദയത്തോടെ ദുഷ്ടതയോടെ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് എന്തപേക്ഷിച്ചാലും ദൈവം കേൾക്കണമെന്നില്ല. എന്നാൽ ദൈവം തൻ്റെ മുമ്പാകെ കണ്ണുനീരോട്, നിലവിളിയോട്, മാനസാന്തരത്തോട്, പശ്ചാത്താപത്തോട് അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വ്യക്തി മടങ്ങി വന്നു അവൻ്റെ നിലയ്ക്കും വിലയ്ക്കും ദൈവം വ്യത്യാസം വരുത്തും. നമ്മുടെ ഉള്ളിൽ പാപബോധം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവവചനത്തെക്കുറിച്ചുള്ള ഹല്ലേലൂയ ആ ആഴമായ വെളിപ്പാടിൽ നമ്മുടെ മാനസാന്തരമുള്ള നുറുങ്ങിയ ഹൃദയത്തോടെ നാം അടുത്തു വരുമെങ്കിൽ അവൻ തള്ളിക്കളയത്തില്ല. നിർമ്മല ഹൃദയത്തോടെ വെടിപ്പുള്ള കൈയോടെ അവൻ്റെ പർവ്വതത്തിൽ നിൽക്കുന്നവനെ ദൈവം മാനിക്കും. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ ഒരു വിഷയത്തെ സമർപ്പിക്കുമോ? നിശ്ചയമായി ദൈവം പ്രവർത്തിക്കും. വേദപുസ്തകം പറയുന്ന പ്രകാരം ആരംഭത്തെക്കാട്ടിലും അവസാനത്തെ അവൻ നന്നാക്കി തീർക്കും. നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്തതായി മാറും, മഹത്തരമായി ദൈവം മാറ്റും. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.